നമസ്കാരം. പൊതുജനം കരുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനും ഒക്കെയാണ് ഈ പരിപാടി എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന് പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി ചില പ്രത്യേക റിപ്പോർട്ടുകളിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ്. പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുജനം കരുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ആദ്യം മലപ്പുറം പൊന്നാനിയിലേക്കാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടയിൽ ദുരിതക്കയത്തിലാണ് പൊന്നാനിയിലെ തീരദേശവാസികൾ. പൊന്നാനിയിലെ തീരപ്രദേശത്ത് കടലാക്രമണം അനുദിനം രൂക്ഷമാവുകയാണ്. പാലപ്പെട്ടിയിൽ 2 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കടൽഭിത്തി പുനർനിർമ്മിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പൊന്നാനിയുടെ തീരദേശ മേഖല കടൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആളുകൾ നിന്നിരുന്ന ഈ ഭാഗം ഇന്ന് കടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പാലപ്പെട്ടിയിലും വെളിയങ്കോടും തങ്ങൾപ്പാറയിലും ഉൾപ്പെടെ കടലാക്രമണം രൂക്ഷമാണ്. പതിവ് പോലെ ഇത്തവണയും കടൽ കരയെടുത്തു തുടങ്ങി. ഓരോ മണിക്കൂറും കടൽ കരയുടെ ഓരോ ഭാഗവും കാർന്നു തിന്നുകയാണ്. പൊന്നാനി മേഖലയിൽ പാലപ്പെട്ടി, തങ്ങൾപ്പാറ, വെളിയങ്കോട് തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രശ്നം രൂക്ഷമായത്. 2 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. കൂടുതൽ വീടുകൾ അപകട ഭീഷണിയിലാണ്. 15 വർഷമായിട്ട് കടൽ ഭിത്തി നിർമ്മാണം ഇട്ടത്, അത് ഒന്നും മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ സംഭവം ഒന്നും നടക്കൂല. ഈ കൂടുന്ന കല്ല് ഇടുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടില്ല, അങ്ങോട്ട് നോക്കി നോക്കുക. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഖബർസ്ഥാനുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ഈ കയറ്റത്തിലും ഖബർസ്ഥാനുകൾ നഷ്ടപ്പെട്ടു. ആരും മുൻപന്തിയിൽ നിൽക്കണില്ല. പാവങ്ങളെ തീരദേശ മേഖലയിലെ അവഗണന എന്ന് തന്നെ പറയാം. അവഗണിക്കുകയാണ് എല്ലാവരും. പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. പാലപ്പെട്ടി ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാൻ ഭാഗികമായി കടലെടുത്തു. ഖബറുകൾ ഒലിച്ചുപോയി. എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കുകയാണ്. അതുവരെ ആ മയ്യത്ത് പോലും കടൽ വന്ന് ഒലിച്ചു പോകുന്നത് വളരെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്ന ജനങ്ങളാണ് ഈ തീരദേശ മേഖലയിലുള്ളത്. അത്രക്കും ദയനീയമാണ് ഇവിടുത്തെ കാഴ്ച. എത്രയും പെട്ടെന്ന് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ അടിയന്തരമായ ഒരു സഹായമാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടത്. അതാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്. ട്രോളിംഗ് നിരോധനം പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട മത്സ്യത്തൊഴിലാളികളുടെ കിടപ്പാടവും നഷ്ടമാവുന്നത് കണ്ടു നിൽക്കാനേ ഇവർക്കാവുന്നുള്ളൂ. യുദ്ധകാലാടിസ്ഥാനത്തിൽ കടൽ ഭിത്തി നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 15 വർഷം മുൻപ് ഇവിടെ നിർമ്മിച്ച കടൽ ഭിത്തി 10 വർഷം മുൻപാണ് തകർന്നത്. അതിനുശേഷം എല്ലാ വർഷവും ഇതുപോലെ മഴക്കാലമായാൽ കടലാക്രമണം രൂക്ഷമാണ്. അധികാരികൾ ഒരു നടപടിയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ തീരദേശവാസികൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. കടൽഭിത്തി നിർമ്മാണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള ഉറപ്പുകൾ ആ പ്രദേശവാസികൾക്ക് കിട്ടി. പക്ഷേ അതൊക്കെ വെറും വാക്കായി മാറി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നിരവധി പേരാണ് സ്വന്തം വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരുന്നത്. കടൽഭിത്തി നിർമ്മാണം ഇനിയും വൈകരുത് എന്നാണ് ഇവിടുത്തുകാരുടെ അപേക്ഷ. ഞങ്ങൾ 10 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണിത്. ഈ 10 വർഷങ്ങളിൽ കാലവർഷങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ അധികാരികളും വേണ്ടപ്പെട്ടവരും വരും, അന്വേഷിക്കും, പോവും. അതല്ലാതെ കണ്ടിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഇന്നേ വരെ ഇവരാരും കണ്ടിട്ടില്ല. 5-6 വർഷമായിട്ട് ഇവിടെ അധികാരികൾ വന്നു നോക്കിയിട്ടില്ല. അതിൻ്റെ ഒരു പിടിപ്പേടുണ്ട് മൊത്തത്തിൽ. പിന്നെ ഭരണസമിതി പഞ്ചായത്തിന് ഇങ്ങോട്ട് വന്ന് നോക്കാനുള്ള ഒരു കെലിപ്പില്ല. കാരണം വെച്ചാൽ റോഡുകളില്ല. പഞ്ചായത്ത് പെരുമ്പടപ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏകദേശം പുത്തമ്പള്ളി ഹൈവേ മാത്രം, പാലപ്പെട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരണ ഹൈവേ മാത്രമേ എന്തുള്ളൂ, നല്ല റോഡുള്ളൂ. പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശപ്പെട്ട റോഡാണ്. അവരെ വണ്ടി പോലും ഇങ്ങോട്ട് വരില്ല. ഒരു ഫാമിലി താമസിക്കുന്നതല്ല, പല ഫാമിലികളും കൂട്ടായിട്ട് താമസിക്കുന്ന വീടുകളാണ്. ഈ കുടുംബങ്ങളൊക്കെയാണ് ഈ പല ഭാഗങ്ങളിൽ പോയിട്ട് ജീവിക്കുന്നത്. അവർക്കാണ് ഈ 10 ലക്ഷം പാസ്സാവുന്നതൊക്കെ. ഈ 10 ലക്ഷം കൊണ്ട് ഇന്നിപ്പോൾ 10 ലക്ഷം പാസ്സായിരുന്ന ആളുകളൊക്കെ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതുകൊണ്ടൊരു വീടും സ്ഥലവും എടുക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അപ്പം അങ്ങനത്തെ അവസ്ഥകളൊക്കെയാണ്. അതൊക്കെ സർക്കാരുകൾ കണ്ടറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ മത്സ്യക്കച്ചവടത്തിനായി ആധുനിക ഷോപ്പിംഗ് മാൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. നിലവിലുള്ള കച്ചവടക്കാർക്ക് സെൻട്രൽ മാർക്കറ്റിന് സമീപത്ത് തന്നെ 3 ഇടത്തായി ബദൽ സംവിധാനം ഒരുക്കിയാണ് കോർപ്പറേഷൻ പഴയ കെട്ടിടം പൊളിക്കുന്നത്.
എന്നാൽ കച്ചവടക്കാരുടെ ആശങ്കയകറ്റാതെ മാർക്കറ്റ് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ് സംയുക്ത സമരസമിതിയുടെ നിലപാട്. റിപ്പോർട്ട് കാണാം, അവർ പറയുന്നത് കേൾക്കാം. കോഴിക്കോട് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ മാർക്കറ്റ് പൊളിച്ചുമാറ്റി ആധുനിക കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ദിവസം 1000-ലധികം പേർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് കോഴിക്കോട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ മാർക്കറ്റിലെ മത്സ്യമേഖല. വലിയ മീൻ വിൽപ്പന കേന്ദ്രങ്ങൾ, ചില്ലറ മീൻ വിൽപ്പന, ഉണക്കൽ മീൻ, കോഴിപ്പാട്സ്, കോഴിക്കച്ചവടം, ബീഫ്, ആട്, മീൻ മുറി, കടമുറി സെക്ഷൻ എന്നിങ്ങനെ 6-ലധികം വിഭാഗങ്ങളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പുരോഗതി ആവശ്യമാണ്, പക്ഷേ അത് അധോഗതി ആവാൻ പാടില്ല. ഈ ബിൽഡിംഗ് 20 കൊല്ലം, ഇതിൻ്റെ ചുറ്റുഭാഗമുള്ള കംപ്ലീറ്റ് ബിൽഡിങ്ങുകൾ 150 കൊല്ലം. 150 കൊല്ലം പഴക്കമുള്ള വീടുകളൊക്കെ ഇവിടെ, മറ്റേ പീടികളും ബാക്കിയുള്ളതൊക്കെ ഇവിടെ വെച്ചും കയറ്റി 20 കൊല്ലമുള്ള ഇത് പൊളിക്കുകയാണ്. ആധുനിക ഷോപ്പിംഗ് മാൾ വരുന്നതോടെ പകുതിയിലധികം പേരുടെ ജോലി നഷ്ടപ്പെടുമെന്നാണ് സംയുക്ത സമരസമിതിയുടെ ആരോപണം. ഒരു വികസനം നടന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാ നിൽക്കുന്നതിന്റെ മുകളിലേക്കല്ലേ പോകേണ്ടത്, അതിന്റെ താഴോട്ടല്ലല്ലോ വരണ്ടേ. ഈ DPR താഴോട്ടാണ് വരുന്നത്. ഇവിടെ ഒരുപാട് സ്കെച്ച് കാര്യങ്ങൾ നിങ്ങൾ 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ കിട്ടും, വികസനം കിട്ടും, അത് കിട്ടും DPR. അതിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വിചാരിക്കും എന്തോ സംഭവമാണ്, നമ്മളെ KSRTCന്റെ തൂണുമാതിരി കുത്തനെ മേലോട്ട് കുറേ ഉണ്ടാവും. പക്ഷേ ഇതിൽ നടക്കുന്നത് എന്താ വെച്ചാൽ 14 ഷോപ്പാണുള്ളത്, 80 ചില്ലറക്കാർ, ആകെ 14 ആൾക്കാർ. ഓൾക്ക് ജോലി മതിയോ? ഓൾക്ക് മതിയോ? 136 മുറിക്കാർ മെമ്പർഷിപ്പ് ഉണ്ട്. ഇവരെ എവിടെ പോവും? ഈ 14 ഷോപ്പിൽ ഓരോരുത്തരെ വെച്ച് പോവാണ് 14 ആൾക്കാർക്ക് പണി ഉണ്ടാവുള്ളൂ. ബാക്കി ആരോട് പോവും? 55 കോടി രൂപ ചെലവഴിച്ച് കോർപ്പറേഷൻ നിർമ്മിക്കുന്ന ആധുനിക മാർക്കറ്റിന്റെ സാങ്കേതിക സഹായം നൽകുന്നത് ഫിഷറീസ് വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. 2 നിലകളിലുള്ള ഷോപ്പിംഗ് മാളാണ് നിർമ്മിക്കുക. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സെൻട്രൽ മാർക്കറ്റ് പൊളിച്ചു മാറ്റുമ്പോൾ അവിടെയുള്ള തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലമാണ് ഞാൻ ഈ നിൽക്കുന്നത്. എന്നാൽ അവിടെയുള്ള ആളുകളെ പൂർണ്ണമായിട്ടും ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. താഴെ നിലയിലായിരിക്കും മത്സ്യലേലത്തിനുള്ള സൗകര്യം. ഇവിടെ തന്നെയാകും മത്സ്യത്തിന്റെ ചില്ലറ വിൽപ്പനയും. 1-ാം നിലയിൽ ശീതീകരിച്ച ഉൽപ്പന്നങ്ങളാണ് വിൽക്കുക. ഇവിടെ മറുനാടുകളിൽ നിന്നും മത്സ്യവുമായി എത്തുന്ന ലോറിക്കാർക്കും മറ്റും വിശ്രമിക്കാനായി ഡോർമെട്രി സംവിധാനം ഒരുക്കും. 2-ാം നിലയിൽ കടൽ മത്സ്യങ്ങളുടെ വിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറന്റ്, റിക്രിയേഷൻ ഹാൾ എന്നിവയുണ്ടാകും. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വലിയ ബഹുനില കെട്ടിടങ്ങളല്ല വേണ്ടത്, മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങളാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സംയുക്ത സമരസമിതി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ക്യാമറമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. പുതിയ ഷോപ്പിംഗ് മാൾ വരുന്നതോടെ ജോലി നഷ്ടമാകുന്നവരെ പുനരധിവസിപ്പിക്കണം എന്നാണ് സമരസമിതിയുടെ ആവശ്യം. എല്ലാവരെയും ഉൾക്കൊള്ളാൻ പുതിയ കെട്ടിടത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യം, ഇപ്പോൾ നിലവിലവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇനി സൗകര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം, അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകൾ അവിടെയുള്ള ആളുകൾ ഉയർത്തുന്നുണ്ട്. ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സൗകര്യങ്ങൾ കുറവാണ്, അതിനെക്കൊണ്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ അങ്ങനെ വരുന്നത്. ഇവിടെ കഴിഞ്ഞാൽ സ്ലാബ് തലയിൽ വീണ ആൾക്ക് മരണപ്പെട്ടു പോയാൽ അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് നിൽക്കേണ്ടി വരും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഉപ്പും ഫുള്ളായിട്ട് സംസ്കരിക്കുന്ന സ്ഥലവും ഉണക്കൽ പാക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ്. തന്നെ പുതുക്കി പണിയുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുക. കാരണം ഒരു പ്രാഥമിക ആവശ്യങ്ങൾ ഇന്നിപ്പോൾ രാവിലെ അത് സാധിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയാണ്. ഇതൊക്കെ ഒന്ന് പുനർനിർമ്മാണം നടത്തിയിട്ട് എന്തെങ്കിലും ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ്. പൊളിച്ചു മാറ്റുക, എല്ലാവർക്കും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അത്രമാത്രമേ ഉള്ളൂ. വേറെ ഇപ്പം ഒന്നല്ല. മാർക്കറ്റ് കുറച്ച് കഴിഞ്ഞ് കാലഹരണപ്പെട്ടൊക്കെയാണെങ്കിൽ ഘട്ടങ്ങളായി മാറ്റണമല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാവണം, സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവണം. മാർക്കറ്റ് ഇവിടെയുള്ള എല്ലാവരും അവരവർ യോജിച്ച സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് മാർക്കറ്റ് പൊളിക്കാൻ നമുക്ക് താല്പര്യമാണ്. അപ്പോൾ വികസനത്തിന് നമ്മളെതിരല്ല, പക്ഷേ പണി നമുക്ക് വേണം. നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ നിലനിന്ന് പോകണം. അന്നാന്ന് കിട്ടിയിട്ട് കഴിഞ്ഞ ആളാണ്. അപ്പോൾ മാർക്കറ്റ് നിലനിർത്തണമെന്നാണ് നമ്മളെ അഭിപ്രായം. അങ്ങനെ ആശങ്ക ഉണ്ടായതിനെ കൊണ്ടാണ് ഈ പ്രതിഷേധം വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ആശങ്ക മുന്നോട്ട് നിർത്തിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. ആലപ്പുഴ നൂർനാട് പയ്യന്നല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ ദുരിതകഥയിലേക്കാണ് ഇനി. 100-ലധികം വർഷം പഴക്കമുള്ള സ്കൂൾ കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന സ്ഥിതിയിലാണ്. സ്കൂൾ പരിസരം കാട് കയറി ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും താവളമാണെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്.
LP UP വിഭാഗങ്ങളിലും ഹൈസ്കൂളിലുമായി 176 കുട്ടികളും 16 ജീവനക്കാരുമുള്ള സ്കൂളാണ് നൂർനാട് പയ്യനല്ലൂർ ഗവൺമെന്റ് HS. ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞു വീഴാറായ സ്ഥിതിയിലാണുള്ളത്. 30ലേറെ വർഷമായിട്ടും മേൽക്കൂരയില്ലാതെ പണിതീരാത്ത കെട്ടിടവും. പഞ്ചായത്ത് ഉപയോഗശൂന്യമെന്ന് കണ്ടെത്തിയ കെട്ടിടത്തിലാണ് ഓഫീസ്, കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, സ്കൂൾ സൊസൈറ്റി, ലൈബ്രറി എന്നിവ പ്രവർത്തിക്കുന്നത്. ഈ ബിൽഡിംഗ് എനിക്ക് ഓർമ്മ ആയ കാലം തൊട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് കാലാകാലങ്ങളായിട്ട് മെയിൻ്റനൻസ് ചെയ്യാതെ ഏത് രൂപത്തിൽ നോക്കിയാലും അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ കുട്ടികളെയൊക്കെ ഇവിടുന്ന് മാറ്റിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ലാബും മറ്റ് കാര്യങ്ങളും ഓഫീസും എല്ലാം ഇവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപകട സാധ്യത മുന്നിൽ കണ്ട് കുട്ടികളെ ഡൈനിങ് ഹാളിൽ ഇരുത്തിയാണ് പഠിപ്പിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കെട്ടിടത്തിന് ദുരവസ്ഥ മാത്രം കൊണ്ട് തീരുന്നില്ല. സ്കൂൾ പരിസരം ആകെ കാട്, പേപ്പട്ടി, പന്നി, ഇടജന്തുക്കൾ, വവ്വാൽ, മരപ്പട്ടി എന്നിവയുടെ താവളം. ഇടിഞ്ഞു വീഴാനുള്ള അവസ്ഥയിലാണ്. ഒന്നുകിൽ ഇത് പൊളിച്ചു മാറ്റുന്ന നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ട് അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഇത് മെയിൻ്റനൻസ് ചെയ്ത് നിലനിർത്താൻ പറ്റുന്നെങ്കിൽ അത് അങ്ങനെ ചെയ്യണം. കെട്ടിടത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചോർന്നിരിക്കുന്നതും ഇടിഞ്ഞു പൊടിഞ്ഞിരിക്കുന്നതുമാണ്. അത് മാറ്റി പുതിയ കെട്ടിടം ഇവിടെ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ ഭവിഷ്യത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ജില്ലാ പഞ്ചായത്തിന് അധീനതയിലുള്ള സർക്കാർ സ്കൂളിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് MLAയ്ക്കും അധികാരികൾക്കും നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് സ്കൂളിന്റെ വിശദീകരണം. നൂറിനാട്ടെ 100ലധികം വർഷം പഴക്കമുള്ള സ്കൂളിന്റെ ദുരവസ്ഥയാണ് കണ്ടത്. അടിസ്ഥാന സൗകര്യമെങ്കിലും കൃത്യമായി ഉറപ്പാക്കണമെന്ന ആവശ്യം മാത്രമാണ് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും ഉള്ളത്. സർക്കാർ കണ്ണു തുറക്കുക തന്നെ വേണം. ആലപ്പുഴയിൽ നിന്നും YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. മഴ കനത്തതോടെ സംസ്ഥാനത്ത് റോഡേത് കുഴിയേത് എന്നറിയാൻ കഴിയാത്ത നിലയാണ്. നിരവധി പേരുടെ ജീവനുകളാണ് ഈ വഴിക്കുഴികളിൽ നഷ്ടമായത്. സംസ്ഥാനത്തെ റോഡുകളുടെ സാഹചര്യം വളരെ വിശദമായി ഇന്ന് ലൈവ് എത്തോണിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് 24 എത്തിച്ചു. അപകടം പതിയിരിക്കുന്ന കേരളത്തിലെ പാതകളുടെ ശോച്യാവസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു 24ന്റെ ലൈവ് എത്തോൺ. മഴയും വഴിയും കുഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് KSTP റോഡിലാണ്. ഒരു 10 മീറ്റർ ദൂരം മാത്രം ഞാൻ എണ്ണിയത് 25 കുഴികളാണ്. വടക്ക് കാസർഗോഡ് നിന്ന് 24 പ്രതിനിധി അരുൺ പാറക്കൽ എണ്ണിത്തുടങ്ങിയതാണിത്. റോഡിലെ കുഴി. പിന്നെ ഓരോ ജില്ലയിലെത്തുമ്പോഴും റോഡും കുഴിയും തിരിച്ചറിയാനാകാത്ത നില. നഗരമധ്യത്തിൽ പതുങ്ങിയിരിക്കുന്ന ഈ കുഴി കോഴിക്കോട്ടേതാണ്. ഇങ്ങനെ വികലാണ്. കുഴിയിലൊക്കെ ഇങ്ങനെ വീണ്ടും പരിക്കൊക്കെ പറ്റില്ല. ഈ ഡ്രെയിനേജ് കൂടി വെള്ളമൊന്നും പോകുന്നില്ല. ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയാണ് കണ്ണൂരിൽ നിന്ന്. ഇപ്പോഴും നോക്കി കോഴിക്കോട് എത്തിയിട്ടില്ല. ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. റോഡ് കംപ്ലീറ്റ് പണി നടക്കാണ്. 10 മിനിറ്റിന് പകരം അരമണിക്കൂർ എടുക്കുന്ന തിരൂർ മലപ്പുറം റോഡ്. തകർന്ന ദേശീയപാതയും അല്ലാത്തതുമായ തൃശൂരിലെ റോഡുകൾ. എണ്ണിയാൽ തീരാത്തത്ര കുഴികളുള്ള മെട്രോ നഗരമായ കൊച്ചി. നടുപൊടിയുന്ന രീതിയിലാണ് കിടക്കണെല്ലാം. ഇങ്ങനത്തെ റോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഇതാക്കാൻ പറ്റും? മൊത്തത്തിൽ കുഴിയാണ്. കോട്ടയത്തെ തകർന്ന മൂലേടം റെയിൽവേ മേൽപ്പാലമാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. മഴയിൽ ചെളിക്കുളമാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള റോഡ്. കളക്ടറേറ്റിന് സമീപത്തൂടെ പോകുന്ന ദേശീയപാതയിലെ അപകടക്കെണിയായ കുഴികളുടെ ആഴം അത്ര ചെറുതല്ല. ഈ അപായ സൂചന ബോർഡ് ഇരിക്കുന്ന ഭാഗം ഹഷ്മി, ഈ റോഡിൽ നിന്ന് ഏകദേശം 12 സെന്റിമീറ്റർ ആണ് ഈ കുഴിക്കുള്ള ഒരു താഴ്ച. ഇവിടെ കുഴിയടയ്ക്കാൻ ശ്രമമില്ല. എന്നാൽ കുഴിക്ക് നടുവിൽ ഇങ്ങനെയൊരു ബോർഡുണ്ട്. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം എത്തുമ്പോഴേക്കും നടുവൊടിയും. ടെക്നോ പാർക്ക് മേഖലയായ കഴക്കൂട്ടത്ത് 6 മാസം മുമ്പ് നികത്തിയ കുഴി മഴയെത്തിയതോടെ പിന്നെയും പഴയപടി. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. കോഴിക്കോട് കാട്ടാനയെ പിന്തുടരുന്നതിനിടെ RRT അംഗത്തിന് പരിക്ക്. കാവിലുംപാറ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഇറങ്ങിയ കുട്ടിയാനയെ പിന്തുടരുന്നതിനിടയിലാണ് വീണ് പരിക്കേറ്റത്. താമരശ്ശേരിയിൽ നിന്നെത്തിയ RRT അംഗം കരീമിനാണ് പരിക്കേറ്റത്. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, ആ ദൗത്യം ഇതുവരെ ഫലം കണ്ടിട്ടില്ല. അതിനിടയിൽ ഈ RRT അംഗത്തിന് പരിക്ക്. എന്താണ് സംഭവിച്ചത് ഗോകുൽ?
കഴിഞ്ഞ 2 ആഴ്ചയോളമായിട്ട് കുറ്റ്യാടിയിലെ വിവിധ മേഖലകളിൽ ഒരു കുട്ടിയാന കാട്ടിൽ നിന്നിറങ്ങി വന്നിട്ടുള്ള കുട്ടിയാന ജനവാസ മേഖലയിൽ ദുരിതം വിതയ്ക്കുകയാണ്. പല ആളുകളെയും ആക്രമിച്ചു. അതിനെ പിടികൂടാനുള്ള ശ്രമം കഴിഞ്ഞ 3 ദിവസമായിട്ട് ആ മേഖലയിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ആനയെ പിടികൂടാൻ ശ്രമം നടത്തുന്ന RRT സംഘത്തിന് പരിക്ക് പറ്റിയിട്ടുള്ളത്. ആനയെ പിന്തുടർന്ന് പോകുന്ന സമയത്ത് ഈ RRT സംഘത്തെ കണ്ട കുട്ടിയാന ഇവർക്ക് നേരെ തിരിയുകയായിരുന്നു. ആ സമയത്ത് ഇവർ ആനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തിരിഞ്ഞോടിയ സമയത്തായിരുന്നു RRT സംഘത്തിന് പരിക്ക് പറ്റിയത്. താമരശ്ശേരിയിൽ നിന്നും എത്തിയിട്ടുള്ള RRT സംഘത്തിലെ ഒരാളായിട്ടുള്ള കരീമിനാണ് പരിക്ക് പറ്റിയത്. തിരിഞ്ഞോടുന്ന സമയത്ത് കരീമിന്റെ കാല് ഒരു പാറയുടെ ഇടയിൽ പോവുകയായിരുന്നു. ഇയാളെ ഇപ്പോൾ താമരശ്ശേരിയുള്ള ക്ഷമിടം കുറ്റ്യാടിയിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ദൗത്യം ഇതോടുകൂടി അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കരിങ്ങാട്, കാവിലുംപാറ തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി അക്രമം വിതയ്ക്കുകയായിരുന്നു. പല ആളുകൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ആനയെ തിരഞ്ഞു പോയിട്ടുള്ള RRT സംഘത്തിനും ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ളത്. റിജിത്ത്. ശരി, ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങളിൽ ചിലത് പ്രേക്ഷകരെ അറിയിക്കാം. അതിലൊന്ന് തിരുവനന്തപുരത്ത് നിന്നാണ്. അവിടെ അമരവിള ചെക്ക് പോസ്റ്റിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആഡംബര ബസ്സിൽ എത്തിച്ച ലഹരി വസ്തുക്കളാണ് പിടികൂടിയിരിക്കുന്നത്. മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പുറത്തു വരുന്ന ഒരു വിവരമാണ്. അവിടെ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി വൈശാഖ് 25 വയസ്സുള്ള വൈശാഖ് പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഇടുക്കി ബൈസൺ വാലിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരമാണ്. ഇവിടെ കാൽവഴുതി തോട്ടിൽ വീണ അതിഥി തൊഴിലാളി മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി രാജീവ് സാഹുവാണ് മരിച്ചത്. ഇനി നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ്. ശാപമോക്ഷം കാത്തുകിടക്കുന്ന ഒരു പഞ്ചായത്ത് റോഡിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന നാട്ടുകാരുടെ ദുരവസ്ഥയിലേക്ക്. ഇടുക്കി രാജാക്കാട് പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉൾപ്പെട്ട ജൂബിലി റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. അത് നന്നാക്കണം എന്നുള്ള ആവശ്യവും അധികൃതർക്ക് മുമ്പിലേക്ക് വെക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. റോഡ് നവീകരിക്കാൻ ഫണ്ടില്ല എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. രാജാക്കാട് പഞ്ചായത്തിന്റെ സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച റോഡ് ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ കുഴിയിൽ നിന്ന് കുളത്തിലേക്ക് വീണ അവസ്ഥയായി ഇപ്പോൾ. രാജാക്കാട് പൊന്മുടി എല്ലക്കൽ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് നിർമ്മിച്ചത്. ചതുപ്പ് നിലത്തിന് മുകളിലൂടെ മണ്ണിട്ട് നികത്തിയ സ്ഥലമായതിനാൽ റോഡ് നിർമ്മിച്ച് അധികകാലമാകുന്നതിന് മുൻപ് തന്നെ പൊളിഞ്ഞു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും പോകാൻ ഉപയോഗിക്കുന്ന ഏക റോഡ് കൂടിയാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ നാളുകളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡാണ്. വളരെ അത്യാവശ്യം മുല്ലക്കാനം ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് വരുത്താൻ ഞാനടക്കമുള്ള ആളുകൾ, ഒരുപാട് സാധാരണപ്പെട്ട പാവപ്പെട്ടവരൊക്കെ ഒരുപാട് പേര് ഇതിലെ പോകുന്നതാണ്. ഒരു തരത്തിലും വണ്ടി കൊണ്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം തന്നെ 2 പേര് ഇവിടെ വണ്ടിയായിട്ട് അവർ ഭയങ്കരമായിട്ട് കുഴിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ മറിഞ്ഞ് വീഴുകയും അതിന് പരിക്ക് പറ്റി ഇവിടുന്ന് പറ്റാഞ്ഞിട്ട് അവരുടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചികിത്സിക്കേണ്ട അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഒരു ഭയങ്കര ദയനീയാവസ്ഥയാണ്. ഇതിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്തെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ശോചനീയാവസ്ഥയിലുള്ള റോഡായതിനാൽ ഇതുവഴി ഓട്ടം പോകാൻ ടാക്സി ഡ്രൈവർമാർക്കും മടിയാണ്. വഴി മൊത്തം മോശമായി കിടക്കുവാണ്. പോകുന്നവരുടെ വഴി നടുവിന് വേദനയാണെന്നും പറഞ്ഞ് അവർ ഭയങ്കര പരാതി. പിന്നെ വണ്ടിയുടെ അടിയിടിക്കുന്നുണ്ട്. വണ്ടിക്ക് 40 രൂപയുടെ 50 രൂപയുടെ ഓട്ടത്തിന് വന്നാലും അതിനേക്കാൾ കൂടുതൽ പൈസ മെയിൻ്റെനൻസ് പണിയായിട്ട് പോവുക. പിന്നെ ഓടിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം വരുന്നതാണ്. റോഡ് പുനർനിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് ഇല്ല എന്നാണ് രാജാക്കാട് പഞ്ചായത്തിന്റെ വിശദീകരണം. ഫ്ലഡിന്റെയോ റീബിൽഡ് കേരളയുടെയോ ഫണ്ട് ഉപയോഗിച്ച് റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങൾ ഉടുമ്പൻചോല MLAയ്ക്കും ജില്ലാ പഞ്ചായത്തിനുമൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലൊരു അടിയന്തര നടപടിയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഒരു നാടിൻ്റെ ഒന്നാകെ ഏക ആശ്രയമാണ് ഈ റോഡ്. പുറം ലോകത്തേക്ക് എത്താനുള്ള ഏക വഴി. അതാണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. റോഡിലെ കുഴിമൂലം പ്രദേശത്ത് അപകട ഭീഷണിയുമുണ്ട്. നാട്ടുകാർ പറയുന്നത് കേൾക്കാം. ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാവുന്നു. അതിലേക്ക്. ഇരുചക്ര വാഹനങ്ങൾ ഉരുണ്ടു വീഴും, കാൽനടക്കാരുടെ മേത്ത് ചേറ് തെറിക്കും, വീഴും, എല്ലാം ഉണ്ട്. പഞ്ചായത്ത് റോഡാണ് ഇത്. നന്നാക്കിയാൽ നല്ലതാണ്. എപ്പോഴും ഞങ്ങളിപ്പോൾ എനിക്ക് കടകളിലുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് വർക്ക്ഷോപ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ പോകേണ്ടി വരും. ഈ സ്ഥലത്തൂടെ പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടി കൊണ്ട് പോയാൽ പോലും ജസ്റ്റ് ഒന്ന് കുഴി ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ അടിയിടിക്കുക. വേറെ ഒരു രക്ഷയില്ല. ഈ വഴി ശരിയാക്കാണ്ട് ഒരു മാർഗ്ഗമില്ല. മഴക്കാലത്തൊക്കെ വരല് ഭയങ്കര ശോചനീയാവസ്ഥയാണ്.
നമുക്ക് നോക്കിയാൽ തന്നെ കാണാമല്ലോ ഇതിന്റെ അവസ്ഥ. ഒരുമാതിരി നിറച്ച് കുഴിയും. ഇതുവരെയൊക്കെ നമുക്ക് രായക്കാട് സിറ്റി കയറാതെ ഇങ്ങനെ പോകാൻ ഇതൊക്കെയല്ലേ വഴിയുള്ളൂ. സിറ്റി കൂടെ പോകുന്ന എല്ലാവരും ഈ വഴി വണ്ടി നന്നാക്കാൻ ഒരു വിധി വീണ് വണ്ടി പോവുക. തിരുവനന്തപുരം മാമരവിള ചെക്ക് പോസ്റ്റിൽ ആഡംബര ബസ്സിൽ കടത്തിയ ലഹരി വസ്തുക്കൾ പിടികൂടി. 1.9 ഗ്രാം ഹാഷിഷ് ഓയിൽ, 1.7 ഗ്രാം മെത്തഫെറ്റമിൻ എന്നിവയുമായി വർക്കല സ്വദേശി അല്ലമീനാണ് പിടിയിലായത്. മേഘ്ന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘ്ന, വിവരങ്ങൾ എന്താണ് മേഘ്ന? ചെക്ക് പോസ്റ്റ് വഴി നിരോധിത ലഹരി വസ്തുക്കളുടെ കടത്തുണ്ട് എന്നുള്ള എക്സൈസിന് രഹസ്യ വിവരമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എക്സൈസ് അമരവിള ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തുന്നത്. അതിലാണ് ആഡംബര ബസ്സിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ ആഡംബര ബസ്സിൽ നിരോധിത ലഹരി വസ്തുക്കളായിട്ടുള്ള ഹാഷിഷ് ഓയിൽ, അതുപോലെ തന്നെ മെത്താഫെറ്റാമിൻ എന്നിവ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 1.904 ഗ്രാം ഹാഷിഷ് ഓയിലും അതുപോലെ തന്നെ 1.779 ഗ്രാം മെത്താഫെറ്റാമിനുമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. പിടിയിലായത് വർക്കല സ്വദേശിയായിട്ടുള്ള അല്ലമീനാണ്. 31 വയസ്സാണ് പ്രായം. അതിൽ പ്രധാനമായും പറയുന്നത് ഇത് കേരളത്തിൽ പലയിടങ്ങളിലായി വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന നിരോധിത ലഹരി വസ്തുക്കളാണ് എന്നുള്ളതാണ്. കൂടാതെ ഈ അല്ലമീന്റെ പാന്റിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ എക്സൈസിന്റെ പരിശോധനയിലാണ് കണ്ടെത്തിയത്. ഇപ്പോൾ അല്ലമീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി, മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇനി പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട ചെങ്ങറ ഹാരിസൺ മലയാളം കുമ്പഴ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ദുരിതത്തിലാണ്. ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളിലാണ് തൊഴിലാളികളും അവരുടെ ബന്ധുക്കളും അന്തിയുറങ്ങുന്നത്. യാതൊരു സുരക്ഷയുമില്ലാതെ അടച്ചുറപ്പുള്ള ശുചിമുറികൾ പോലും ഈ മനുഷ്യർക്കില്ല. നവകേരള ശില്പികൾ ബോധപൂർവം മറന്നുപോയ ഒരു കൂട്ടം മനുഷ്യരാണ് ഹാരിസൺ മലയാളത്തിന്റെ കുമ്പഴ എസ്റ്റേറ്റിലുള്ളത്. നരക തുല്യമാണ് ഈ മനുഷ്യരുടെ ജീവിതം. പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂര, ചോർന്നൊലിക്കുന്ന ചുവരുകൾ, ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ലയങ്ങൾ, രാപ്പകലില്ലാതെ പണിയെടുത്ത് ഒന്ന് വിശ്രമിക്കാനെത്തുന്ന തൊഴിലാളികൾക്ക് മുകളിൽ മരണത്തിന്റെ അപകടക്കെണിയാണ്. ഇതിനു പുറമെ തീരാത്ത വന്യജീവി ആക്രമണവും ഈ മനുഷ്യരുടെ ജീവിതം കൂടുതൽ പ്രയാസകരമാക്കുന്നു. ഭയമാ കാറ്റടിച്ച് കഴിഞ്ഞാലും ഭയങ്കര പാടാ. ഇത് എപ്പോഴാ പൊളിഞ്ഞു പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. കണ്ടോ, നിങ്ങൾ കണ്ടോ, പൊളിഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുക അകത്തിരിക്കുമ്പോൾ. അതല്ല ഞാൻ പറഞ്ഞ രണ്ടുപേരെ തീർന്നു കഴിഞ്ഞാൽ ഒരു ലയം പൊളിഞ്ഞ് വീണ് അന്നേരം ഇവർ ഓടുവോ ഇല്ലെന്ന് അറിയണം. കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കുമ്പള ചെന്ന് പറഞ്ഞാൽ ഇതാ പറയുന്നത് മാനേര് അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇതെല്ലാം പോട്ടെ, ഭൂരിപക്ഷം ലയങ്ങളിലും അടച്ചുറപ്പുള്ള വൃത്തിയുള്ള ഒരു ശുചിമുറി പോലുമില്ല. ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളല്ല, വർഷങ്ങളായി ഇങ്ങനെയാണ്. പരാതി പറഞ്ഞ് മടുത്തു. ഇപ്പോൾ പറയാൻ പേടിയാണ്. ലയങ്ങൾ മെച്ചപ്പെടുത്തണം, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം വേണം അവർ പറയുന്നു. പ്രതികരിക്കും, അവർക്ക് തോന്നുമ്പോഴാണ് പ്രതികരിക്കുന്നത്. നമ്മുടെ കാര്യം നടക്കുന്ന ഇല്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കഥക് പോയി. അത് പറഞ്ഞിട്ട് ചെയ്യാൻ വഴിയില്ല. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് തടി വാങ്ങിച്ചതാണ്ട് ഫ്രണ്ട് കഥയൊക്കെ ശരിയാക്കി വെച്ചേക്കുക. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ചോർച്ചയും കാര്യങ്ങളുമാണ്. കമ്പനിയോട് പറഞ്ഞാൽ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കിട്ടുന്നുണ്ട്. എന്നാലും ഞങ്ങൾക്ക് പൂർണ്ണമായും ഈ ചോർച്ചയുടെ ഒളിച്ച് മാറ്റം കിട്ടുന്നില്ല. മൊത്തം പഴയ കെട്ടിടങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് അതിൻ്റെ സൈഡിലൊക്കെ കാണാം. ഇതൊക്കെ 1959 കെട്ടിയ കെട്ടിടങ്ങളാണ്. അപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയതാ. ഇത് ചിലപ്പോൾ വല്ലപ്പോഴുവേ മെയിൻ്റെനൻസ് ചെയ്ത് കിട്ടുന്നുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ കുടിയേറി പണിയെടുക്കുന്ന അതിഥി തൊഴിലാളികളാണ് ഇവിടെ കൂടുതലും. കാലം കഴിയുന്തോറും തൊഴിലാളികളുടെ മുഖം മാത്രമാണ് മാറുന്നത്. അവർ അനുഭവിക്കുന്ന ദുരിത ജീവിതം അതങ്ങനെ തുടരുന്നു. കാലം ഇങ്ങനെ മുന്നോട്ട് പോകും. ഇടത് വലത് സർക്കാരുകൾ മാറി മാറി ഭരിക്കും. അപ്പോഴും ഈ മനുഷ്യരുടെ ദുരിത ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും. ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം? കണ്ണുള്ളവർ ഈ മനുഷ്യരെ കൂടി ഒന്ന് കാണണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. എ വി ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി 24 റൗണ്ട് അപ്പിന്റെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം ഗൂഗിൾ രവി എത്തും. നമസ്കാരം.